കർക്കിടകം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മാസം കൂടിയാണെന്ന് തോന്നുന്നു. കർക്കിടകത്തിൽ പൊതുവെ വിവാഹങ്ങളൊന്നും നടത്താറില്ല ഹിന്ദുക്കൾ. മാത്രമല്ല ഇപ്പം കർക്കിടകത്തിന് ചിങ്ങത്തിന് വരാൻ പോകുന്ന വിവാഹത്തിന് കർക്കിടകത്തിൽ ക്ഷണിക്കുന്ന പോലും പലരും നടത്താറില്ല. അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള മാസത്തിൽ ഇത് ചെയ്യും. അപ്പം ചിലപ്പോൾ ഹരിപ്പം സംസാരിച്ച വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടായിരിക്കും മുൻകാലഘട്ടത്തിൽ ഈ കർക്കിടകത്തിൽ വിവാഹവും അല്ലെങ്കിൽ അത്തരം ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കി വന്ന്. പക്ഷെ ഈ കാലഘട്ടത്തിലും അത് പിന്തുടരുന്നവരുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ? നമ്മൾ ചെയ്തത് മുഴുവൻ ഇന്നലെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതിനെ ആവർത്തിക്കുക എന്നുള്ളതാണ് ഒരു 100% അല്ലെങ്കിൽ 90% ആളുകളുടെ സ്വഭാവം എന്ന് പറയേണ്ടി വരും. ഇന്നലെ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് സംശയമായി, ഇനി അത് ഞാൻ ചെയ്താൽ പ്രശ്നമാകുമോ. അപ്പോൾ ഇന്നലെ കർക്കിടകത്തിൽ പലരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കർക്കിടകത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കർക്കിടകത്തിൽ ഇത് പതിവില്ല, അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല. കർക്കിടകത്തിൽ പഴയ കാലത്ത് ചെയ്യാത്തതിന് കാരണമാണിപ്പോൾ ശുഭ സൂചിപ്പിച്ചത്. കാരണം കർക്കിടകം സാമ്പത്തികമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു തരത്തിലും വരുമാനമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഒരു 30 വർഷം മുമ്പ്, ഒരു 30-40 വർഷം മുമ്പ്, ഞാൻ പറയുന്നത് നൂറ്റാണ്ടുകൾ മുമ്പല്ല, വെറും 30-40 വർഷം മുമ്പ് കർക്കിടക മാസം സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള മാസമായിരുന്നു. ഒരു തരത്തിലുള്ള വരുമാനങ്ങളും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള കൃഷിയിൽ നിന്ന് വരുമാനമില്ല, പണിയില്ല, മഴയാണ്. അപ്പോൾ ഒരു തരത്തിലില്ലാത്ത സമയത്ത്, ആ ഒരു സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ പോയാൽ, കല്യാണം നടത്താൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒട്ടും സുഖമല്ല, പണം കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർക്കിടകം നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ വേറൊരു കാര്യം കൂടെ കൂട്ടാൻ നമുക്ക്. കർക്കിടകം ഒരു വർഷത്തെ അവസാനത്തെ മാസമാണ്. ഈ അവസാനത്തെ മാസത്തിൽ തുടക്കത്തിൽ തുടങ്ങണോ എന്ന് തോന്നലും ചിലരെ മാനസികമായിട്ട് ഇതിനെ പിന്തിരിപ്പിക്കാം. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മുമ്പോട്ട് കുറേ ഉള്ളയിടത്ത് നമുക്ക് ചെയ്യുകയാണ് നല്ലത്. ഇവിടെ തീരുകയാണ് നമ്മുടെ ഈ വർഷം, ഇവിടെ തീരുന്ന സമയത്ത് പോയി നമ്മളൊരു കാര്യം ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പ്ലാനിങ്ങുകളും നമ്മുടെ ചിന്തകളും ഒക്കെ എപ്പോഴും മുമ്പോട്ട് പോകുന്നത് ഒരു കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഈ കാൽക്കുലേഷൻ ഒരിടത്ത് പോയി സ്ട്രക്കാവുന്ന ഭാഗത്ത് പോയി നമ്മൾ ചെയ്യുന്നതിലും ഉചിതമാവും കാൽക്കുലേഷൻ എപ്പോഴും നമുക്ക് പ്രോഗ്രസീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത്. ഇപ്പോൾ കർക്കിടകത്തിൽ പോയി നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ആ ഒരു മാസം കൊണ്ട് തീരുകയാണ്. അടുത്ത വർഷം ആണ് അടുത്ത മാസം എന്ന് പറയുന്നതിൻ്റെ വർഷം എന്ന് പറയേണ്ടി വരുമ്പോൾ കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടിന് പകരം അല്പം കൂടെ അങ്ങ് മാറിയാൽ, പുതിയ വർഷത്തിലായാൽ ഈ വർഷം നമുക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. ഇത് മുഴുവൻ ഒരു പരിധിക്കപ്പുറേക്ക് സൈക്കോളജിക്കലി നമ്മൾ ചിന്തിക്കുന്നതാണ്.